നമ്മുടെ SSLC ഇംഗ്ലീഷ് എക്സാമിലൊരു പ്രധാന ക്വസ്റ്റ്യനാണ് ഇമെയിൽ റൈറ്റിംഗ്. അപ്പോൾ ഒരു ഇമെയിലിൽ നമുക്ക് എന്തൊക്കെ വേണ്ടി വരും, ഒരു എഫക്റ്റീവ് ഇമെയിൽ എങ്ങനെ എഴുതാമെന്നാണ് നോക്കുന്നത്. ഇമെയിൽ അഡ്രസ്സ് ഉണ്ടാവും, ഫ്രം ആൻഡ് ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കാണോ അയക്കുന്നത്. പിന്നെ നമ്മൾ ഒരു സബ്ജക്റ്റ് എഴുതണം. സബ്ജക്റ്റ് എഴുതുമ്പോൾ ഒരു ക്ലിയർലി നമ്മുടെ എന്താണ് പർപ്പസ് എന്നുള്ളത് ക്ലിയർലി എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കണം. അപ്പോൾ ഈ നമ്മുടെ ഒരു സെറ്റിലുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഒരു വേസ്റ്റ് ഡിസ്പോസലിൻ്റെ ഇങ്ങനെ ഒരു ഇമെയിൽ എഴുതാൻ. അതിൻ്റെ സബ്ജക്റ്റ് ഇങ്ങനെയാണ് എഴുതിയിരുന്നത്: റിക്വസ്റ്റ് ഫോർ സപ്പോർട്ട് ടു ഇംപ്ലിമെൻറ്റ് സസ്റ്റൈനബിൾ വേസ്റ്റ് ഡിസ്പോസബിൾ ഐഡിയ. അതിൻ്റെ ഒരു ഫോർമാറ്റ് ഇങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റ് സബ്ജക്റ്റ്, പിന്നെ ഗ്രീറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ പൊളൈറ്റായിട്ട് ചെയ്യുക, ഡിയർ സാർ ഓർ മാഡം എന്ന് മെൻഷൻ ചെയ്യുക. പിന്നെ അതിന് ഇൻട്രൊഡക്ഷൻ, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, എന്താണ് സംഭവം എന്ന് പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ആൻഡ് മെൻഷൻ ദ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം. നമ്മുടെ പ്രോഗ്രാമിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ആ ഒരു ഐഡിയയ്ക്ക് എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടോ അത് മെൻഷൻ ചെയ്യുക. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവരെ കോൺടാക്റ്റ് ചെയ്യുന്നതെന്നുള്ള പർപ്പസ് മെൻഷൻ ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ബൊല്ലറ്റ് ഇൻഡസ്ട്രീസ് സസ്റ്റൈനബിലിറ്റി ആൻഡ് എക്കോ ഫ്രണ്ട്ലി ഇനിഷ്യേറ്റീവ്സിൽ വർക്ക് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളവിടെ റീച്ച് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് അവരുടെ ഒരു എക്സ്പെർട്ടൈസ് നമുക്ക് ഉപകാരപ്രദം എന്നുള്ള രീതിയിൽ എഴുതുക. പിന്നെ നിങ്ങൾ സപ്പോർട്ട് എന്തിനാണ് റിക്വസ്റ്റ് ചെയ്യുന്നുള്ള ഡീറ്റെയിൽസ് എഴുതുക. അപ്പോൾ എക്സാമ്പിൾ ടെക്നിക്കൽ ഗൈഡൻസ്, മെൻറ്റർഷിപ്പ്, അതേപോലെ ഇംപ്ലിമെൻറ്റേഷൻ അഡ്വൈസ്, ഈ കാര്യങ്ങളാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് മെൻഷൻ ചെയ്യുക. പിന്നെ ക്ലോസ് ചെയ്യുക, റെസ്പെക്റ്റ്ഫുള്ളി ആയിട്ട് ക്ലോസ് ചെയ്യുക. ഐ ലുക്ക് ഫോർവേഡ് ടു യുവർ ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട്, താങ്ക്സ് ഫോർ യുവർ ടൈം എന്ന് മെൻഷൻ ചെയ്തിട്ട് ക്ലോസിങ് ചെയ്യുക. പിന്നെ നമ്മുടെ സിഗ്നേച്ചർ, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, പിന്നെ നമ്മുടെ പേര്, അതേ പിന്നെ സ്കൂൾ നെയിം, കാര്യങ്ങളൊക്കെ എഴുതുക. അപ്പോൾ ഇതിൽ ഇമെയിൽ റൈറ്റിങ്ങിന് ഫോർമാറ്റ് ഫോളോ ചെയ്യണമെങ്കിൽ 1 മാർക്ക്, നമ്മുടെ ലാംഗ്വേജ് സൂട്ടബിൾ ആയിട്ടുണ്ടെങ്കിൽ 2 മാർക്ക്, പിന്നെ മെയിൻ ഐഡിയ ഓർ പർപ്പസ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 മാർക്ക്, അതേപോലെ പ്രോപ്പർ സല്യൂട്ടേഷൻ കോംപ്ലിമെൻ്ററി ക്ലോസ് ആണെങ്കിൽ 1 മാർക്ക്. അപ്പോൾ ഇത് 17B ക്വസ്റ്റ്യനാണ്. യുവർ ഇന്നോവേറ്റീവ് ഐഡിയ ഫോർ സസ്റ്റൈനബിൾ വേസ്റ്റ് ഡിസ്പോസബിൾ മെക്കാനിസം ഹാസ് ബീൻ സെലക്ടഡ് ഫോർ പ്രോഗ്രാം, ഡ്രാഫ്റ്റ് ആൻ ഇമെയിൽ ടു ദിസ് ഐഡിയ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇതിൻ്റെ ഒരു ഫൈനൽ ഇമെയിൽ വരുന്നത് ഇങ്ങനെയാണ്: ഡിയർ സർ ഓർ മാഡം, ഐ എം പാർട്ടിസിപ്പൻ്റ് ഇൻ ദിസ് പ്രോഗ്രാം, സെലക്ടഡ് ഫോർ ഫർദർ ഡെവലപ്മെൻറ്റ്. I am writing to inquire about possibility of implementing this idea with support and guidance of Bolland Industries, which is well known for its eco-friendly initiatives and commitment to sustainability. I believe that your organization, ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ നമ്മുടെ അവരുടെ അടുത്ത് നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ഐ കൈൻഡ്ലി റിക്വസ്റ്റ് യുവർ സപ്പോർട്ട് ആൻഡ് അസിസ്റ്റൻസ്, ഇങ്ങനെ രീതിയിൽ എഴുതണം. ഐ വുഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ ഗൈഡൻസ്. അപ്പോൾ നമ്മൾ പ്രോപ്പർ ക്ലോസിംഗ് ആണ് വരുന്നത്. പിന്നെ സിഗ്നേച്ചർ ഈ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ 6 മാർക്സ് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.